ഇത് വേണം നമ്മുടെ പോർണോഗ്രാഫി ഡ്രോയിങ്സ്. എന്നിട്ട് ഇതിൻ്റെ കോപ്പി പിള്ളേർ സിറോക്സ് കോപ്പി എടുത്തുകൊണ്ട് ബോംബെയിലെ IIT പിള്ളേർ കൊണ്ടുപോയി അവർ വിൽക്കാനായിട്ട് ഓരോ 77. നിങ്ങൾ ഈ ആർട്ട് ഹിസ്റ്റോറിയൻസും ആർട്ടിസ്റ്റും ഒക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കമൻറ്റ് ചെയ്യണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയ സുവോളജിസ്റ്റാണ്. അപ്പോൾ ഞാൻ റെക്കോർഡ് വരയ്ക്കുന്ന സിംഗിൾ ലൈനാണ്. അതിനകത്ത് ആനിമലിനും സെല്ലൊക്കെ വരയ്ക്കുന്ന ഒറ്റ സിംഗിൾ ലൈനിലാണ് വരയ്ക്കുന്നത്, അല്ലാതെ 3-4 ഇതല്ലേ റെക്കോർഡ് വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒബ്സർവേഷൻസിൻ്റെ കുഴപ്പമാണ്. അവർ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ട് വേറെ ആർട്ടുമായിട്ട് കണക്ട് ചെയ്യും. ആർട്ടുമായിട്ടല്ല കണക്ട് ചെയ്യുന്നത്, അവരുടെ ലൈഫ് നോക്കി അറിയാം. ഞാൻ സുവോളജി റെക്കോർഡ് വരച്ചിരുന്നതാണ്. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഡ്രോയിങ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ എനിക്ക് സുവോളജി അവസാനം ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിനക്ക് വരയ്ക്കാൻ ഒരു ചെറിയ കഴിവുണ്ട്, നീ റെക്കോർഡ് വരയ്ക്കുന്നുണ്ട്, അങ്ങനെ പോവാൻ പറഞ്ഞത്. ഇത് പറയുമ്പോ ഞാൻ ഇതുപോലെ സിംഗിൾ ലൈൻ വരയ്ക്കുമ്പോൾ എനിക്ക് പേടിയാണ് കുറെ ഇങ്ങനെ ഡെസ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇത് വരയ്ക്കുമ്പോ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമ്മള് സമാധാനമായിട്ട് ഇങ്ങനെ വരച്ചു പോവാൻ. നമ്മൾ ഡെഫിനറ്റ് ആണ്. അപ്പോൾ വരയ്ക്കും മറ്റേ ഒരുപാട് വരയ്ക്കുമ്പോൾ പോരാ കറക്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് നമ്മൾ ഡെഫിനറ്റ് ആണ്, നമുക്ക് അങ്ങനെ വരച്ചു. ഒരു ഡ്രോയിങ്ങുകളൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഒരു പറയാനുള്ള ഇത്രയും കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് കിട്ടിയത് ഒരുപക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാവാതെ ആ ഒരു ബറോഡ സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ബറോഡ സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കോൺഫിഡൻസ് ഉണ്ടാകുന്നത് നമ്മളുടെ വർക്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറയാം. പക്ഷെ എല്ലാം അതുപോലെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് വേഗമായി പോകും പറയുന്നത്. എന്നാലും കുറേയൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ആലോചിക്കുകയാണ്. കാരണം 4 വർഷം പഠിച്ചെങ്കിൽ പോലും ഒരിക്കലും ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ പോലും അല്ല, നമ്മൾ വരയ്ക്കണേൽ എപ്പോഴും സംശയങ്ങളാണ്. അതല്ലേ ഞാൻ നിങ്ങളോട് അപ്പോഴേ പറയാം, നിങ്ങൾ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കണം. ഒരു വർക്ക് ചെയ്താൽ വർക്കിനെ പറ്റി നിങ്ങൾ എഴുതി ഉണ്ടാക്കും. ആ ഒബ്സർവേഴ്സ് കാണുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ ആയിട്ട് അത് വേണം. ആൾക്കാർ കാണുന്ന പോലെ നിങ്ങളുടെ വർക്കല്ല, വേറൊരാളുടെ വർക്കാണ്. ഇപ്പോൾ ആ വർക്ക് എൻ്റെ അല്ല. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് കാണുന്നത്, ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്ക് എന്തൊക്കെ കാണുന്നു. അപ്പോൾ അത് വർക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഒരു 10 പേര് നിങ്ങളുടെ വർക്ക് കാണുന്നു, അതുപോലെ നിങ്ങൾ 10 വ്യൂവേഴ്സ് ആയിട്ട് നിങ്ങളുടെ വർക്കിനെ കാണും. അപ്പോൾ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കാണുന്നത് എന്താണെന്നും മനസ്സിലായില്ല. അപ്പോൾ അതൊരു ഡയമെൻഷൻ കൂടി വരും. അപ്പോൾ നമ്മുടെ വർക്കായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ വർക്ക് ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ സൈക്കിക് ഡിസ്റ്റൻസ് എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അതുണ്ടാകും നമ്മുടെ വർക്ക്. നമ്മൾ അതിനുശേഷം നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ആ സൈക്കിക് ഡിസ്റ്റൻസ് ഉണ്ടായി കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ വർക്കിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വർക്കിൻ്റെ അർത്ഥമല്ല പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹൗ ഇറ്റ് ഡെവലപ്പ്, എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും, എങ്ങനെ ഡെവലപ്പ് ചെയ്യും, എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം, അതൊക്കെ നമുക്ക് ഓർമ്മിച്ചെടുക്കാം എന്തുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്തിട്ടാൽ മതി. അതിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ വർക്കിൻ്റെ കണ്ടന്റ് എന്ന് മനസ്സിലാവുമല്ലോ. കൺവെൻഷനലായിട്ട് നിൽക്കുന്ന രീതിയിൽ പോർട്രേറ്റ് സ്റ്റഡിയും അങ്ങനത്തെ ഒരു പോലും ആ ഒരു ഇയറിൽ ഈ ഒരു ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് തോന്നിച്ചിരുന്നത് എന്താണ് കാരണം? അത് ബറോഡ സ്കൂളിംഗ് ആയിരുന്നോ, അത് അവിടെ നിന്നത്തെ ടീച്ചേഴ്സിന്റെ ഒരു ഒന്നുമല്ല. ചില ടീച്ചേഴ്സിൻ്റെ അല്ലെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ്സിലൊരു വർക്കുണ്ടായിരുന്നു, ആർക്കിടെക്ചർ ആൻഡ് ഹ്യൂമൻ ഫിഗർ. ഇത് ക്ലാസ് ടീമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഡോറ് ഞാനിങ്ങനെ ഉണ്ടാക്കി.
അപ്പോൾ ഡോർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നതിന് ഒരു ട്രാൻസ്പെറൻറ്റ് കട്ടുണ്ട് മനസ്സിലായി. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കട്ടിന് വേണ്ടി ഞാനൊരു പോളിത്തീൻ ഷീറ്റ് അവിടെ വെച്ചു. ഇപ്പുറത്തൊരാളും അപ്പുറത്തൊരാളും നിൽക്കുന്നത് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ കനേരിയ സാറ് പക്ഷേ നല്ലത് കാര്യത്തിനായിരിക്കും പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ ക്ലേയിൽ കട്ടൻ ചെയ്യണം. കട്ടൻ ക്ലേ തന്നെ ചെയ്യണം. ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റല്ലേ, അത് ഇത് വേറൊരു മീഡിയ അല്ലേ. അപ്പോൾ അതിലെ കടന്നു പോയ ലാഡി, പൃഥ്വിരാജ് സിംഗ് ലാഡി, എൻ്റെ സീനിയറാണ്. ലാഡി പറഞ്ഞത് അഗ്രഹമായിട്ടുണ്ടെന്ന്, സ്റ്റുഡൻ്റാണ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനപ്പോൾ പിന്നെ എന്ത് ചെയ്ത് കനേരിയ സാറ് പറഞ്ഞാൽ എൻ്റെ ടീച്ചർ ആ സമയത്ത് സാറിൻ്റെ ക്ലാസ് ഞാൻ പോയി കർട്ടൻ സ്കെച്ച് ചെയ്തു, വാൾസ് കർട്ടൻ സ്കെച്ച് ചെയ്തിട്ട് ഞാൻ ക്ലേയിൽ കർട്ടൻ ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞു ക്ലാസ് സാർക്കായതുകൊണ്ട് ക്ലേയിൽ കർട്ടൻ ഉണ്ടാക്കി. പക്ഷെ എന്നാലും അപ്പം ഞാൻ പറഞ്ഞ ടീച്ചർ ആണോ എന്താണോ എന്നറിയില്ല. അപ്പം ടീച്ചർ അന്ന് ഒരു ഗുണം കിട്ടി, എനിക്ക് ക്ലേയിൽ കർട്ടൻ ഉണ്ടാക്കാനുള്ള കഴിവ് കിട്ടി, സ്കില്ല് കിട്ടി. അങ്ങനെ ക്ലേയിൽ എങ്ങനെ ഡ്രൈപ്പറി ചെയ്യാം. അതേസമയം എൻ്റെ ഒരു കൺസെപ്റ്റൽ സാധനം പോയി. ട്രാൻസ്പെറൻറ്റ് ക്ലേ ചെയ്ത ട്രാൻസ്പെറൻ്റ് ആവില്ല. അപ്പോൾ എനിക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്കിത് കാണുന്നുണ്ട്, അത് പോയി. രണ്ടും നല്ലത് അങ്ങനെ പറഞ്ഞത് എനിക്കതിനൊരു സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അപ്പം അതുകൊണ്ട് എനിക്കെപ്പോഴും അതിൽ വിഷമം തോന്നാറില്ല. പക്ഷെ എന്തുകൊണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നൊന്നും തോന്നില്ല. ആ കാലം അതായിരുന്നു, കാലം അതായിരുന്നുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. ആ സമയത്തുള്ള ടീച്ചിങ് രീതികൾ എങ്ങനെയായിരുന്നു? ക്രിറ്റിസിസം ആയിരുന്നോ അതോ നമ്മൾ എവിടെയാണോ നിന്ന് ആ നിന്നെടുക്കുന്ന ഡെവലപ്പ് ചെയ്യിക്കാൻ രീതിയിലുള്ളത്? ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. വെച്ചാൽ കനേരി സാറാണെങ്കിലും പറഞ്ഞ് നിങ്ങൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒരു ഇത് ചെയ്യണം. ഒരു നമ്മുടെ ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പോൾ ഹ്യൂമൻ ഫിഗർ ആനിമൽ, അതാണ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ മറ്റേ തരുന്നത്. കുതിര ഒരു സർറിയലിസ്റ്റിക് പോസ്റ്റർ, കൈ കുതിരയുടെ മുകളിൽ നിന്ന് വരുന്നൊക്കെ സാധിച്ചു. അത് രസമായിട്ട് തന്നു. അപ്പം പിന്നീട് അപ്പോൾ ഞാനൊരു കുതിരയെ വേറൊരു തേർഡ് ഇയർ ആയിട്ട് ഒരു ആനിമൽ സ്റ്റഡി വന്നപ്പോൾ ഒരു കുതിരയെ ചെന്നു. നല്ല രസമുള്ളൊരു കുതിര, എനിക്ക് ഇഷ്ടമായി. അത് നീണ്ട കുതിര. ഇതിനൊരു അനാറ്റമി ഉണ്ടായിരുന്നു വർഷം. ഇത് കാണാൻ രസമുണ്ട്, പക്ഷേ ബോക്സ് സ്ക്വയർ ആയിരിക്കും, ബോഡി സ്ക്വയർ ആയിരിക്കും, പിന്നെ കഴുത്തിങ്ങനെ വരും. പക്ഷേ ആ സ്ക്വയർ ബോഡി വരികയാണെങ്കിൽ കുതിരയുടെ രസം പോകും. മനസ്സിലായില്ലേ? നമ്മൾ കുതിരയെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ബോക്സ് ഒന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കി വരുമ്പം ഇതിനൊരു ഇലോങ്ങേറ്റഡ് ഇതില്ലേ ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടും. അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി, എനിക്കതൊക്കെ മനസ്സിലായി. സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇതാണ് ബോക്സിൻ്റെ കൃത്യം സ്ക്വയർ പോലെ വരും. ബാക്കി എക്സ്റ്റൻഷൻ അപ്പോൾ നല്ലതും ചീത്തയും ഉണ്ട്. നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അത് കണ്ട് എനിക്ക് വേറൊരു ഗുണം കിട്ടി. മനസ്സിലായില്ലേ? നമ്മളതിനെ നിരാകരിച്ച് പോയിട്ട് നമുക്ക് ഈ ഗുണം കിട്ടില്ല. ഇപ്പം സാറ് പറഞ്ഞാൽ ഡ്രേപ്പറി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടാൻ പോകും. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രേപ്പറി ക്ലേ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റഡി കിട്ടി, സ്കില്ല് കിട്ടി. ഡ്രേപ്പറി എങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അത് നല്ലതാണ്. എന്നാലും നമ്മുടെ വർക്ക് നമ്മളെ കൂടെ എപ്പോഴും അത് നന്നാക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഇപ്പം ഞാൻ എൻ്റെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ വന്ന് പറഞ്ഞു, ഞാൻ അത്രയും കാര്യമായിട്ടേ കേൾക്കുള്ളൂ. മറ്റേ നീ ഇപ്പം എൻ്റെ അടുത്തൊരു വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനത് എൻ്റെ വർക്കായിട്ട് സങ്കല്പിക്കാം. മനസ്സിലായി? എന്നിട്ട് അതിൻ്റെ പോസിബിലിറ്റീസ് നമ്മൾ ആലോചിക്കും. എന്നിട്ടാണ് ഡിസ്കഷൻ വരുന്നത്. മറ്റേതിപ്പം എൻ്റെ വർക്ക് എങ്ങനെ നന്നാക്കുന്നത് ഞാൻ ആലോചിക്കുന്ന സമയത്ത് മറ്റൊരുന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊള്ളാം, അത് ചെയ്തു അങ്ങനെയൊക്കെയാണ് പോവാം. മനസ്സിലായില്ല? അതാണ് ഒരിക്കലും ഞാൻ ആ പക്ഷക്കാരൻ. ചിലർ പറയും ടീച്ചർ കൂടെ വർക്ക് ചെയ്താലേ പിള്ളേർ വർക്ക് ചെയ്യുക, അതൊന്നും കാര്യമില്ല. ഞാൻ ഒന്നും വർക്ക് ചെയ്താൽ പിള്ളേർ ഒരുപാട് വർക്ക് ചെയ്യും. മനസ്സിലായി? നമ്മൾ വർക്ക് ചെയ്യണ്ട. നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു. സ്വന്തം സ്റ്റുഡിയോ ഉണ്ട്, വീട്ടിൽ പോയിട്ട് ചെയ്യാനാണ്. കോളേജ് വരുമ്പം ഗൈഡ് ചെയ്യാനായിട്ടാണ്. പിന്നെ ചില ടെക്നിക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് വർക്ക് ചെയ്യണം. ഈ ടെക്നിക്ക് ആ ടെക്നിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതായത് നമ്മൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്റ്റുഡൻസിനോട് ചെയ്യുന്നൊരു ഇതല്ലേ, തെറ്റല്ലേ.